നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കോഴിക്കോട്ടുകാരുടെ രുചി നമ്മുടെ കോട്ടയത്തും എത്തിയിരിക്കുകയാണ്. അതെ, കോഴിക്കോട്ടുകാരുടെ ഐശ്വര്യത്തി നമ്മുടെ കോട്ടയം കുമ്മനത്താണ് ഇപ്പം എത്തിയിരിക്കുന്നത്. കുമ്മനത്തെ ഐവ ബേക്കേഴ്സിലാണ് ഇതുള്ളത്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അങ്ങനെ നമ്മളിപ്പോ ഐവ ബേക്കേഴ്സിലാണ്. അതിന്റെ സ്വന്തം ഫൈസിക്ക നമ്മളോടൊപ്പം ചേരിക്കും. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു എന്താണ്? അതായത് ഇതിനപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഐശ്വര്യത്തിൽ എന്നുള്ളത് കോഴിക്കോട് ആണ് കുറെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ സാധാ ഐസും നിറനീന്റെ സിറപ്പും പഞ്ചസാരയും ട്യൂട്ടി ഫ്രൂട്ടി പൊട്ടുകടല ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് എന്നും പറയാൻ പറ്റത്തില്ല, ഐസ് എന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ഫോം ആദ്യം ഐസായിട്ട് വരുന്നത്, പിന്നെ അത് വെള്ളത്തിലേക്ക് മാറിയത്. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഐസ് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ജ്യൂസാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് കുടിക്കാം. ഇപ്പം തണ്ണിമത്തൻ ഇരിപ്പുണ്ട്, പൈനാപ്പിൾ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇത് മാത്രമല്ല, ഓരോ ദിവസവും ഒരുപാട് ഫ്ലേവർ ചെയ്യുന്നുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പൊ ഒന്ന് കുറച്ച് വെച്ചേക്കുവാണ്. പക്ഷെ എന്നാലും ഇതൊന്നും മാറുമ്പോഴത്തേക്കും പുതിയ ഐറ്റംസ്. ഇനിയിപ്പം അവക്കാഡോ വരുന്നുണ്ട്, അവക്കാഡോയുടെ സീസൺ ആയി. ഇപ്പൊ ഒരേ ഫ്രൂട്ട് ഇപ്പൊ അവൈലബിലിറ്റി നോക്കിയിട്ട് ഇനിയിപ്പോ പപ്പായ വരുന്നുണ്ട്. ഇനിയിപ്പോ വേണമെന്ന് ബാക്കി കുറച്ച് ഐറ്റം മിൽക്ക് ബേസ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാം. പക്ഷെ എന്നാ വെച്ച് കഴിഞ്ഞാൽ പാൽ ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഐസ്ക്രീം ഓൾറെഡി ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്തവണ വെള്ളം തന്നെ പിടിച്ചേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം എന്നുള്ളത് മാറ്റിയിട്ട് ജ്യൂസ് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ്. ഈ ടാങ്കിലോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇവിടെ നൈസായിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളെ കോട്ടയത്തേക്ക് ഈ ഒരു ഐഡിയ ശരിക്കും ഇത് ഇവിടെ കടയായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് കുറെ ആയെങ്കിലും പ്രത്യേകിച്ചൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് കുറെ ഇത് വരുന്നുണ്ട്, ചായ വില വരുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചപ്പോ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു യാത്രേനെ വേണ്ടി വന്നത്. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എങ്ങനെ വെറൈറ്റി ചെയ്യാം എന്നുള്ളത് നോക്കി ചെയ്ത് കഴിഞ്ഞപ്പോ ആണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. ശരിക്കും ഇതിന്റെ കുറെ ശരിക്കും ഇറങ്ങിയിട്ട് ഒരു കറക്റ്റ് പോകുന്ന ഒരു മാസം ആയി. ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആകുന്നത്. ഒരു മാസത്തിനിടയ്ക്ക് ഈ സാധനം മാറി വെക്കേണ്ട ഇതുണ്ടായിട്ടുണ്ട്. കാരണം ഇത് കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന കറണ്ടിൽ ഉപയോഗിക്കുന്ന മെഷീനത്. അതിനകത്ത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ടെക്നോളജിയാണ്. ഐസ് പെട്ടെന്ന് ഫോം ആയിട്ട് ആ റിസൾട്ട് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പം തണുക്കാനുള്ള ഒരു താമസം ആദ്യം കൊണ്ടുവന്ന മെഷീനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് മാറി, രണ്ട് മാറി, മൂന്നാമത്തെ മെഷീനാണ് ഇത് സാധനം ഇത് റെഡിയാക്കി. ഇപ്പൊ ഇത് കുഴപ്പമില്ല, റണ്ണിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ട്. ടേസ്റ്റ് ആണ് ഇതിന്റെ. ഇത് നോർമലായിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ഐറ്റം ചെയ്തു. നമ്മുടെ ബോബ പേൾസ് എന്ന് പറയും, അത് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ പരിചയമില്ലാത്ത ഒരു സാധനമാണ്. പക്ഷെ അതപ്പോ ഉണ്ട്, പക്ഷെ മാറ്റി വെച്ചേക്കാണ്. അപ്പൊ ചോദിക്കുന്നവർക്ക് അത് കൊടുക്കും. മെനു കാർഡിനകത്ത് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഐസ്ക്രീം ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി എന്താണ് സ്പെഷ്യൽ ആയിട്ട്? ഇന്നിപ്പോ നമുക്ക് പൈനാപ്പിൾ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് ആണ് പൈനാപ്പിൾ. നല്ല ഫ്രഷ്മാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനകത്ത് പൈനാപ്പിളും മിന്റും ആഡ് ചെയ്തിട്ടുണ്ട്. മിന്റ് ഓൾറെഡി കാണാനില്ല, അരച്ചെടുക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് മധുരം എന്നുള്ള ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കട്ട് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഐസ്ക്രീം മിക്സ് അതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ഐസ്ക്രീം അതിനകത്ത് ഇത് രണ്ട് രീതിക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡ്രിങ്ക് മാത്രം ഐസായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവറും ഇതെല്ലാം ആഡ് ചെയ്തിട്ട് 30 രൂപ. ഇല്ലാതെ ഐസ്ക്രീം സ്കൂപ്പോ ബാക്കി അതിന്റെ ഫില്ലിങ്സും കൂടെ ആകുമ്പോഴത്തേക്ക് 50 രൂപ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാം. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയുള്ള പ്രൈസ് തന്നെയാണ്. ശരിക്കും 50 രൂപ എന്നുള്ളത് പിള്ളേരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രശ്നമല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല ഇങ്ങനെ. എനിക്ക് വില വരുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഇനി കുട്ടികൾക്ക് പറ്റാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ പരിചയക്കാരെ 2-3 പേര് വീട്ടിൽ നിന്ന് ഇത് കഴിക്കാനായിട്ട് കാശ് മേടിച്ചിട്ട് 100 രൂപ തരണം, ഇത് കഴിക്കണമെന്നും പറഞ്ഞ് 2-3 തവണ പിള്ളേർ വരുന്നുണ്ട്. ഈ മഴ സീസൺ എന്തെങ്കിലും രീതിയിലെ പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നം തോന്നുന്നത്. ഇത് ശരിക്കും ഇതൊരു ഇപ്പോഴത്തെ സീസണ് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും ചൂട് സമയത്തല്ല സാധാരണ ഐസ്ക്രീമിന്റെ ഇത് വരുന്നത്. പക്ഷെ ഇതിപ്പം മഴ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണെങ്കിൽ പോലും ഈ വെറൈറ്റി കണ്ടിട്ടാണ് എല്ലാവരും അത് തേടി വരുന്നതുകൊണ്ട് എല്ലാവർക്കും. ഇപ്പം രാവിലെ വിളിച്ചായിരുന്നു ഐശ്വര്യത്തിനകത്ത്. കട ഞാൻ തുറന്നൊരു 7-8 മണി ആയപ്പോഴത്തേക്കും തന്നെ വിളിച്ചു ഐശ്വര്യ ഉണ്ടോ എന്ന് ചോദിച്ചു. ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. സന്തോഷം. ഇനിയും ഫ്ലേവർ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് ആൾക്കാർ വരട്ടെ. നമുക്ക് തുടങ്ങാം. അപ്പൊ ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയും അവിടെ ഈ പൊട്ടുപരിപ്പും കൂടെ അതേലാണ് തുടങ്ങുന്നത്. അതിപ്പോ ഏത് ഇത് വേണം. ഇപ്പൊ ഐസ്ക്രീം പറയുന്നവർക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേ ബോബ പേൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇട്ട് കൊടുക്കും. ഏത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ലൊരു ടേസ്റ്റ്. ഇതാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ടെക്നോളജിയാണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് ഇച്ചിരി ഓവർ പ്രൈസ് ആണ്. അല്ല, ഇത് കൊൽക്കട്ടയിൽ നിന്ന് വരും. ഇത് ശരിക്കും ചൈനയുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞു, ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പതുക്കെ
മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനകത്തോട്ട് ബാക്കി നമ്മളെ ട്യൂട്ടി ഫ്രൂട്ടിയും ഇതെല്ലാം ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ശേഷം എന്ന് പറയുമ്പോൾ ഒരു ഇത്രയുമാണ് അതിന്റെ ടേസ്റ്റ് ആണ്. ശരിക്കും ആ ഫ്രൂട്ട് മാത്രമായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. കാരണം ഒരു ജ്യൂസ് എന്നുള്ള ഒരു പരുവത്തിലോട്ട് മാറി കുറച്ച് തണുപ്പും കയറി വരുന്ന ഇതല്ല. ഇതാണ് ഐസർത്തി. കോട്ടയത്തിന് കൊണ്ടുവന്ന ഐസർത്തി. കോട്ടയത്തിന്റെ കോഴിക്കോടുമായിട്ട് യാതൊരു ബന്ധമില്ല. കോഴിക്കോട് ഒന്നുമില്ല. കോഴിക്കോട് എന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് കോഴിക്കോട് അവിടെ ഇപ്പം ബാൻ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം വന്നപ്പോ ഇങ്ങനെയുള്ള ജ്യൂസ് കാര്യങ്ങളെല്ലാം ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളിൽ വെക്കുന്നതെല്ലാം ഇതായിട്ടുണ്ട്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം നമുക്ക് ഹൈജീൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വൃത്തിയായിട്ട് കൊടുക്കുക. ഭക്ഷണ സാധനമാണ്, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ കോഴിക്കോട് എന്നുള്ള കോഴിക്കോട് ഐസർത്തി എന്ന് പറഞ്ഞത് തന്നെയാണ് കൊടുക്കുന്നത്. ഐഡിയ ആണിത്. അത് എന്റേതായിട്ടുള്ള രീതിക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി ഐസ് മാറ്റി അതിന് പകരം ജ്യൂസ് ആക്കി. ബാക്കി അതിനകത്ത് ഐസ്ക്രീം ഫില്ല് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം വെറൈറ്റി ഐസർത്തി എന്ന് പറഞ്ഞത് തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ടേസ്റ്റ് ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. കഴിച്ചു നോക്കും. കഴിച്ചിട്ട് നമുക്ക് പോകാം. ചേട്ടാ, ഇപ്പം ഈ വീഡിയോ ഒക്കെ കണ്ട് ഒത്തിരി പേര് ഇത് അറിയുന്നുണ്ട്. അപ്പൊ ഇനിയും വരാനായിട്ടിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനായിട്ട്? വന്ന് കഴിച്ചു നോക്കുക. രുചി അറിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരേക്ക് എത്തിക്കുക. എങ്ങനെ ഒരു ഇവിടെ ഉണ്ട്. പിന്നെ അത് അവര് തീരുമാനിക്കട്ടെ. അവർ കഴിച്ച് ഇഷ്ടപ്പെട്ട് അവര് പറയട്ടെ. ഇപ്പം ഇന്നിപ്പോ രാവിലെ വന്ന ഒരു വീഡിയോ കണ്ടിട്ട് വന്നേക്കുന്നവരാണ്. അവര് പറഞ്ഞത് കൊള്ളാം, നല്ല ടേസ്റ്റ്. ഫ്രണ്ട്സിനോട് ഉറപ്പായിട്ടും പറയുന്ന പറഞ്ഞേക്കുന്നത്. കാരണം ഒരാള് വഴി ആണ്, സോഷ്യൽ മീഡിയ ഉണ്ട്, അതുകൂടാതെ ആൾക്കാർ വഴി അറിഞ്ഞു വരുന്നവരുണ്ട്, എല്ലാ രീതിയിലും ഉണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത എന്റെ ഫ്രണ്ട് തന്നെയാണ് വീഡിയോ എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത്, അജു. അപ്പം അവന്റെ വീഡിയോ കൂടെ ഒരു നല്ല രീതിയിൽ ആൾക്കാർ അറിഞ്ഞു. പിന്നെ പതുക്കെ ഓരോരുത്തരും ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ വ്ളോഗേഴ്സ് വരുന്നു. ഇപ്പം കൂടുതലായിട്ടും കോട്ടയത്തുള്ള എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് എന്നുള്ളത്. കംപ്ലീറ്റ് ഐസ്ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്ലേക്സ് തന്നെ ആയിട്ടാണ്. ചെരണ്ടി എടുക്കുന്നല്ല, ഷേവ്ഡ് ഐസ് എന്നൊക്കെ പറയുന്നത്. ചെരണ്ടി എടുത്ത് ഇങ്ങനെ വരുമോ, ഇത് നമ്മുടെ കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ ഷോർട്ട് ടൈം ഇത് ഇരിക്കത്തുള്ളൂ. കയ്യിലോട്ട് നമ്മൾ നമ്മുടെ കയ്യിലെ ആ സ്പോട്ടിൽ കഴിക്കുക. ഇത് വെക്കുന്നോറും അത് വെള്ളമായിക്കൊണ്ട് വാങ്ങിക്കൊണ്ടിരിക്കും. വേറെ എന്നും അത് കഴിക്കാൻ പറ്റത്തില്ല എന്നല്ല, അത് നല്ല ജ്യൂസായിട്ട് പിന്നെ കുടിക്കേണ്ടി വരും. അതാണ് അതിനകത്ത്. എന്തായാലും ഇതിനും എല്ലാവിധ ആശംസകളും ഞങ്ങളും നേരുകയാണ്. കാരണം ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, അവര് ഇത് തേടി വരട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദി. താങ്ക് യു.